ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വന്നു. എന്താണ് നമ്മൾ 3 സ്റ്റെപ്പുകൾ ഉണ്ട് എക്സാമിന്, അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാമോ? അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാ പഠിക്കേണ്ടത് എന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. പോസ്റ്റിന്റെ നെയിം എന്ത് തന്നെയാണ്? നമ്മുടെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, കോർട്ട് അസിസ്റ്റന്റിന്റെ കാര്യമാണ് പറയുന്നത്. സോ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഹൈക്കോർട്ട് ഓഫ് കേരള നടത്തുന്ന ഒരു എക്സാം ആണ്, സ്റ്റേറ്റ് ലെവൽ ആണ്. ആൻഡ് ദെൻ ഹിയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻഡ് ദെൻ ആഫ്റ്റർ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ട്, അതിനും ശേഷം ഇന്റർവ്യൂ ഉണ്ട്. ഈ 3 സ്റ്റെപ്പുകൾ തരണം ചെയ്ത് വേണം നമ്മൾ എന്ത് നേടിയെടുക്കാൻ, കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് നേടിയെടുക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ദെൻ അതുപോലെ തന്നെ നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ പറഞ്ഞ എങ്ങനെയായിരുന്നു? ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു അവസരമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ് നിങ്ങൾ എങ്കിൽ 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ നിങ്ങൾ ഒരു MA MSc ആയിരുന്നു, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് പെർസെൻറ്റേജ് നമുക്ക് മെൻഷൻ ചെയ്യുന്നില്ല. ഇനി LLB പാസ് ഔട്ട് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം മറക്കാനായിട്ട് പാടില്ല. ആൻഡ് ദെൻ നമ്മുടെ സാലറി പാക്കേജ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്താണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓരോ എക്സാം എഴുതുമ്പോഴും നമ്മൾ എന്താ നോക്കുന്നത്? സാലറി പാക്കേജ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇവിടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജ് തന്നെയാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. ആൻഡ് ദെൻ പിന്നീട് നമ്മൾ നേരത്തെ എന്താണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ 3 തരത്തിലുണ്ട് എക്സാം എന്ന് പറഞ്ഞപ്പോൾ പലരും ഈ 3 തരത്തിലുള്ളത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം കേട്ടോ. OMR ഷീറ്റ് ബേസ്ഡ് ആയിട്ട് 100 മാർക്കിന്റെ ആ ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 100 മാർക്ക് കിട്ടുന്ന 100 ചോദ്യങ്ങളാണ് ആദ്യത്തെ സെറ്റിൽ വരിക. അതില് ആദ്യം ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് ആണ്. 50 മാർക്കുകൾ വരുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ. ജനറൽ ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് എന്താ ഇംഗ്ലീഷിൽ അത്യാവശ്യം സ്കോർ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ 100ൽ 50 മാർക്കും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും കേട്ടോ. ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കുകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ആൻഡ് ദെൻ ജനറൽ നോളജ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ 40 മാർക്കാണ് ഇതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുക. ആൻഡ് ദെൻ മാത്സും റീസണിങ്ങും നമുക്ക് എത്ര മാർക്കാണ്? 10 മാർക്കുകളാണ് നേടിയെടുക്കാൻ കഴിയുക. ഇങ്ങനെ 50, 40, 10 എന്ന രീതിയിൽ 100 മാർക്കുകളാണ് ആദ്യ സ്റ്റെപ്പ് എക്സാമിന് ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ആദ്യ സ്റ്റെപ്പ് എക്സാമിന് ഏകദേശം 40% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ലെവല്, ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യ തലത്തിലുള്ള ഈ ഒരു OMR എക്സാമില് നമുക്ക് 40% നേടിയെടുത്തിരിക്കണം. ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ വരുന്നത് 75 മിനിറ്റ് ആണ്. മൈനസ് മാർക്ക് ഉണ്ടോ? മൈനസ് മാർക്ക് ഉണ്ട്. എത്രയാണ്? 0.25. എത്രയാണ്? മൈനസ് ആയി പോകും ഓരോ തെറ്റിനും എന്നുകൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ജനറൽ ഇംഗ്ലീഷും ജനറൽ നോളജും മാത്സും റീസണിങ്ങിലൂടെ നമുക്ക് അത്യാവശ്യം 40% മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത തലത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയും. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് ടെസ്റ്റ് ആണ്? ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്താണ് പ്രിസൈസ് റൈറ്റിംഗ്, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ, ഷോർട്ട് എസ്സേ, ലെറ്റർ, ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും എന്തിൽ വരിക? ഈ ഒരു സെക്കൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എക്സാമിൽ വരിക എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന മാർക്ക് 60 മാർക്കും ലഭിക്കുന്ന ഡ്യൂറേഷൻ സമയം എന്ന് പറയുന്നത് 60 മിനിറ്റും ആയിരിക്കും. അപ്പൊ 60 മിനിറ്റിൽ നമുക്ക് 60 മാർക്കുകളാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുക. അത്യാവശ്യം എന്താണ് നമുക്ക് എഴുതാനുള്ള ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കുക കേട്ടോ. കറണ്ട് ടോപ്പിക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും essay ആയിട്ട് നമുക്ക് വരിക. അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ആൻഡ് ദെൻ ആഫ്റ്റർ നമുക്ക് വരുന്ന എന്താണ്? ആഫ്റ്റർ നമുക്ക് ഇന്റർവ്യൂ സെഷൻ ആണ്. ഈ ഇന്റർവ്യൂ സെഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത് 10 മാർക്കാണ്. ഇന്റർവ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ അതിനും കൂടി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് മനസ്സിൽ കരുതുക. എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നമ്മൾ എന്താണ് ഇന്റർവ്യൂ ലെവലിലും ശരിയായ രീതിയിൽ
നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഈ എക്സാമിന് മുമ്പ് തന്നെ, ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന ഈ ഒരു ടൈം പീരീഡ് ഈ നല്ല രീതിയിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ആയിട്ട് നിങ്ങൾ വിനിയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 തലങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ സ്മാർട്ടായിട്ട് ഓവർകം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരായി മാറാം, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് മാറാൻ കഴിയുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് പോകാനായിട്ട് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും എല്ലാം സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ലെവൽ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, MCQ സെഷൻസ് ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു കോഴ്സ് വളരെ ഭംഗിയായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാനും പഠിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരത്തിൽ വളരെ ഭംഗിയായിട്ട് പഠിച്ചെടുക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ AZB അക്കാഡമിയോടൊത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട്, അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.